Good afternoon, all. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എംപ്ലോയി റിലേഷൻസ് അടുത്തൊരു സെക്ഷൻ ആണെങ്കിൽ പുതിയതായിട്ട് എടുക്കാൻ പോകുന്നത് പറഞ്ഞു. എംപ്ലോയി റിലേഷൻസ് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു വെച്ചു വന്നത് അല്ലെ. കൂടുതലായിട്ടൊന്നും എടുത്തില്ലാലോ. ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി റിലേഷൻ. എംപ്ലോയി റിലേഷൻസ് എന്നുള്ളതിന്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Concept of employee relation. Employee relations are known by different names such as industrial relations, labor management relation, and labor relations in different places. Underline ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എംപ്ലോയി റിലേഷൻസിന് അറിയപ്പെടുന്ന ഡിഫറെന്റ് പ്ലേസസിൽ ഡിഫറെന്റ് നെയിമുകളിൽ അറിയപ്പെടുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ് ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, അതുപോലെ ലേബർ റിലേഷൻസ്. ഇപ്പൊ പല പ്ലേസുകളിൽ പല പേരുകളിലാണ് എംപ്ലോയി റിലേഷൻസ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ പ്രൊമോട്ട് ചേഞ്ചസ്, ഇൻഡസ്ട്രിയൽ ട്രബുലൻസ് ആൻഡ് holding philosophies both nationally and internationally, and hence represent one of the most intricate challenges of the modern industrial society. നമ്മുടെ ആധുനിക മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയില് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു വെല്ലുവിളികളിൽ ഒന്നാണ് എംപ്ലോയി റിലേഷൻസ് എന്നുള്ളത്. Then it is constantly changing process that based on societal patterns and economic system and political organization of the economy. അതായത് സാമൂഹികമായിട്ടുള്ള ഒരു സാമ്പത്തിക പാറ്റേണുകളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥ ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിരന്തരം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ് കേട്ടോ. ഒന്നും കൂടി ഞാൻ ഈ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. എന്ന് നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് എടുക്കാം. അണ്ടർലൈൻ ചെയ്തേക്കോട്ടോ. അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിഫറെന്റ് നെയിംസുകൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ഫസ്റ്റ് പാരഗ്രാഫ്? നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കാം കേട്ടോ. The term industrial relations is made up of two words, industry and relations. Industrial relation എന്നുള്ള ഒരു ടേം മേഡപ്പ് ആയിരിക്കുന്നത് രണ്ട് വേർഡ്സിൽ നിന്നാണ്. ഒന്ന് ഇൻഡസ്ട്രിയും സെക്കൻഡ് വൺ റിലേഷൻ. ഇൻഡസ്ട്രിയും റിലേഷനും ചേർന്നിട്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ളൊരു ടേം ഉണ്ടായിരിക്കുന്നത്. Industry denotes a fruitful and creative activity that involves individual or group of people. ഇനി അതില് ഇൻഡസ്ട്രി എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്ഫുൾ ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റികളെയാണ്. ഇനി ദാറ്റ് ഇൻവോൾവ്സ്, ഇൻഡസ്ട്രി ഇൻവോൾവ്സ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻഡിവിജ്വൽസിനെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഇൻഡസ്ട്രി എന്നുള്ള ഒരു വാക്ക് ഇൻവോൾവ്സ് ചെയ്തിരിക്കുന്നത്. ഇനി റിലേഷൻ എന്നുള്ള വാക്ക്. Relations denotes association between employer and employee. റിലേഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ? എംപ്ലോയർ ആൻഡ് എംപ്ലോയി, then employee and employee, then labor union and management, organization and society, etc. കണ്ടോ? ഇപ്പൊ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? എംപ്ലോയറും എംപ്ലോയിയും, തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ എംപ്ലോയി ആൻഡ് എംപ്ലോയി, എംപ്ലോയീസുകൾ തമ്മിലുള്ള റിലേഷൻ. ദെൻ ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ തന്നെ ഓർഗനൈസേഷനും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇതിനെയാണ് റിലേഷൻ എന്നുള്ളൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരിക്കുന്നത് രണ്ട് വേർഡ്സിൽ നിന്നാണ്. ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ റിലേഷൻ. ഇനി ഇൻഡസ്ട്രി ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണെന്ന്. റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ.
എംപ്ലോയിയും എംപ്ലോയിയും തമ്മിലുള്ളത്, ലേബർ യൂണിയനും മാനേജ്മെന്റും തമ്മില്, അതുപോലെ തന്നെ ഓർഗനൈസേഷനും സൊസൈറ്റിയും തമ്മിൽ. ഓക്കെ, then which exists in the industry. Therefore, industrial relation is the relationship between the employees and management, which is a direct or indirect result of the union-employer relationship. Underline cheyato. Last sentence underline cheya. Industrial relation. Avada thodakki underline cheyane. Industrial relation is the relationship between the employees and management, which is direct or indirect result of the union-employer relationship. Underline cheya. എന്താണ് പറയുന്നത്? അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻ രാജ്യത്തിന്റെ അല്ലെ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള therefore employees and management director and union employer relationship അല്ലെ. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു വ്യവസ്ഥ, അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടന എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് പഠിക്കണേ ആ ഒരു സെന്റൻസ്. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ ഈ 4 പാരഗ്രാഫിലും പറയുന്നത്. Industrial relations can be understood in both narrow as well as wide sense. Industrial relation എന്നുള്ള ആ ഒരു ടേമിന് നമ്മൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കി വെക്കണം. നാരോ സെൻസിലുണ്ട്, വൈഡ് സെൻസിലുണ്ട്. നാരോ എന്ന് പറഞ്ഞാൽ അറിയാലോ ചെറിയൊരു ഇതില്ല, വൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വർഷങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇൻ നാരോ സെൻസില് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. Industrial relations talk about every sort of association between all the members of an organization, such as between employees, employer, union and workers. അപ്പോൾ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മൾ നാരോ സെൻസിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് വ്യവസായിക ബന്ധങ്ങളെ നമുക്ക് അതായത് എല്ലാ ബന്ധങ്ങളെയും കുറിച്ച് അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് sort of association between ആരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് സോർട്ട് ചെയ്യുന്നത്. ഓർഗനൈസേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയീസും എംപ്ലോയറും തമ്മില്, അല്ലെങ്കിൽ യൂണിയൻസ്, വർക്കേഴ്സും, ഇവരെല്ലാം തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഇൻഡസ്ട്രിയൽ റിലേഷൻ. നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ എംപ്ലോയീസും എംപ്ലോയറും യൂണിയനും വർക്കേഴ്സും ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നാണ് നാരോ സെൻസിൽ പറയുന്നത്. ഓക്കെ, ഇനി വൈഡ് സെൻസിൽ എങ്ങനെയാ പറയുന്നത് നോക്കാം. ദിസ് കൺസെപ്റ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. ഇന്ത്യയിലും ബ്രിട്ടനിലാണ് ഈ വൈഡ് സെൻസിൽ നമ്മൾ പറയുന്നത്. ഇനി ഇൻ ദ വൈഡർ സെൻസിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ളത്. ഇൻ ദ വൈഡർ സെൻസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് talk about all forms of association that the organization forms with a different segment of the society which come in its contact. എന്താണ് പറയുന്നത്? നാരോയിൽ നമ്മൾ പറഞ്ഞു എംപ്ലോയീസും എംപ്ലോയറും യൂണിയനും വർക്കേഴ്സും ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി വൈഡ് സെൻസിൽ പറയുന്നത് അല്ലെ, നമ്മള് വിശാലമായിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ വ്യവസായികമായിട്ടുള്ള ബന്ധങ്ങള് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് കണക്ഷൻ ഇല്ലെന്ന് അല്ലെ. അതായത് സൊസൈറ്റിയിലെ വിവിധ വിഭാഗങ്ങളിൽ ഡിഫറെന്റ് സെഗ്മെന്റില് അല്ലെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ആ ഒരു റിലേഷൻ പുലർത്തുന്നു. അതുപോലെ തന്നെ എല്ലാ അസോസിയേഷനുകളെ കുറിച്ചും അതിൽ സംസാരിക്കുന്നു. അതായത് ഇവിടെ വൈഡ് സെൻസിൽ പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറച്ചും കൂടി സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എംപ്ലോയീസിൽ നിന്നും എംപ്ലോയറിൽ നിന്നും യൂണിയനിൽ നിന്നും പുറമെ നമ്മൾ അവിടെ സൊസൈറ്റിക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആ ഒരു കാര്യമാണ് വൈഡർ സെൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? നാരോ സെൻസും വൈഡർ സെൻസും ക്ലിയർ ആണോ? ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മൾ നാരോയിൽ പറയുകയാണെങ്കിൽ എംപ്ലോയിയും എംപ്ലോയറും യൂണിയനും വർക്കേഴ്സും തമ്മിലുള്ള റിലേഷനെയാണ് നാരോ സെൻസ് എന്ന് പറയുന്നത്. വൈഡർ സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സെഗ്മെന്റിൽ ഒരു സമൂഹത്തിലെ പല വിഭാഗങ്ങളിലായിട്ട് അവിടെ
നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്നു. ക്ലിയർ ആണോ? വായിച്ചു നോക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിക്കണേ. കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി റിലേഷൻ ഫസ്റ്റ് തുടങ്ങി വായിക്കാം. ഈ 4 പാരഗ്രാഫിലും എന്താണ് എംപ്ലോയി റിലേഷൻ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് 2 പ്രാവശ്യം വായിക്കണം കേട്ടോ. കാരണം ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ അത് മനസ്സിലാകില്ല. കാരണം സെന്റൻസുകൾ അങ്ങനെയാണ്. അതുകൊണ്ട് 2-3 പ്രാവശ്യം വായിച്ചാൽ അത് മനസ്സിലാകുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ചില ഏരിയകള് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് അതിന് വേറെ എക്സാമ്പിൾ വെച്ചൊന്നും പറയാൻ പറ്റാത്ത ചില ഏരിയകളൊക്കെ ഉണ്ട്. ഞാൻ പറയാറുണ്ട് നിങ്ങളോട്. സോ അങ്ങനെയുള്ള ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഇനി അവിടെ പഠിക്കണം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. വായിച്ച് മനസ്സിലാക്കി വായിക്കണേ. വായിച്ചു 4 പാരഗ്രാഫ് മനസ്സിലാക്കി വായിക്കണം കേട്ടോ. 1-2 പ്രാവശ്യം വായിച്ചാലേ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിക്കണോ നിങ്ങള്? വായിച്ചിട്ട് ഓക്കെ ആണോ? ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമ്മള്. അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഇന്ന് എന്ത് പറ്റിയെന്ന്? ആർക്കും എന്ത് പറ്റി? ഒരു ഉഷാറില്ലല്ലോ ക്ലാസ്സില്. റെസ്പോൺസ് ഒന്നും ചെയ്യണില്ല. ഇതുണ്ടോ ക്ലാസ്സിൽ എല്ലാവരും? ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, ചില പോർഷൻസ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ എല്ലാം അങ്ങനെയുള്ള രീതിയിലായിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു, ചില സെക്ഷൻസ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. ഞാൻ ഓൾറെഡി നിങ്ങളോട് മുൻകൂട്ടി പറയാറുണ്ട് അല്ലെ, നല്ല രീതിയിൽ അവിടെ എഫേർട്ട് എടുക്കണോട്ടോ. കാരണം വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ചില ഏരിയയിൽ ഞാൻ പറയാമില്ല, നിങ്ങളോട് മുൻകൂട്ടി ഞാൻ പറയും അല്ലെ. ചിലത് നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാട്ടോ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ ഒരു എംപ്ലോയി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. എങ്കിലും മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആക്കിയിട്ടാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. എങ്കിലും നമ്മൾ എഫേർട്ട് എടുക്കേണ്ടടുത്ത് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എഫേർട്ട് എടുക്കണം, എങ്കിലേ നമുക്കത് അതിനകത്തോട്ട് എത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എംപ്ലോയി റിലേഷൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസുകളാണ്. ഒരു 4 പേരുടെ ഡെഫിനേഷൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. വളരെ കുറഞ്ഞു പോയതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ചിന്തിക്കണില്ല അങ്ങനെ? 4 പേരുള്ളോ? കുറഞ്ഞു പോയല്ലോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഓക്കെ അല്ലെ. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ. കാരണം ഇത് തന്നെ പഠിക്കാൻ പറ്റണില്ല, ഇനി കുറച്ചു പേരുടെ ഡെഫിനേഷനും കൂടിയോ അല്ലെ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഡെഫിനേഷൻ ആണ്, ഒരുപാടൊന്നുമില്ല. നിങ്ങൾ ഡെഫിനേഷൻ പഠിക്കുമ്പോഴേ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ദെൻ ആ വ്യക്തികളുടെ പേരാണ് നമുക്ക് എക്സാമിന് ഡെഫിനേഷൻ ആയിട്ടൊന്നും ചോദിക്കാറില്ലല്ലോ. ഡെഫിനേഷൻ തന്നിട്ട് അത് മീൻസ് അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ റിട്ടേൺ ബൈ ആ വ്യക്തികളുടെ പേരായിരിക്കും എപ്പോഴും എക്സാമിന് ചോദിക്കാറ് അല്ലെ. അപ്പോ 4 വ്യക്തികളാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനേഷൻ നോക്കാം ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ച്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ILO. ഫസ്റ്റ് ഒരു വ്യക്തി അല്ല കേട്ടോ. ILO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. എഴുതി വെച്ചോളൂ, ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് deals with either the relationship between the state and the employers and workers organization or relation between occupational organization themselves. നോക്കാം, ILO പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്തൊക്കെയാണ് ഡീൽ ചെയ്തിരുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് എംപ്ലോയേഴ്സ് അല്ലെ, സംസ്ഥാനവും സ്റ്റേറ്റും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം. അതുപോലെ വർക്കേഴ്സ് ഓർഗനൈസേഷൻ, തൊഴിലാളികളും അതുപോലെ തന്നെ വർക്കേഴ്സ് സംഘടനകളും ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഒക്യുപേഷണൽ ഓർഗനൈസേഷണൽ, അതായത് എന്താണ്, തൊഴിൽ സംഘടനകൾ തമ്മിലുള്ള ഒരു ബന്ധം. ഇതിനെയൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് ILO വിശേഷിപ്പിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? സ്റ്റേറ്റും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻ, വർക്കേഴ്സും ഓർഗനൈസേഷനും തമ്മിലുള്ളത്, അതുപോലെ തന്നെ ഒക്യുപേഷണൽ ഓർഗനൈസേഷൻസുകൾ, തൊഴിലാളി സംഘടനകൾ അല്ലെങ്കിൽ തൊഴിൽ സംഘടനകൾ തമ്മിലുള്ള റിലേഷൻ. ഇതിനെയൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് ILO, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ 4 ഡെഫിനേഷനും അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. 4 ഡെഫിനേഷൻസുകളും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ഡെഫിനേഷൻ ഓക്കെ ആണോ? വായിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ 4 പറഞ്ഞു കഴിഞ്ഞിട്ട് 4 ഡെഫിനേഷനും കൂടി വായിപ്പിക്കാം. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെഗ് നോക്കാം, ഇൻഡസ്ട്രിയൽ റിലേഷൻ encompasses the rules governing employment together with the ways in which the rules are made and changed and their interruptions and administration. അല്ലെ, അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ കടിച്ചാൽപ്പെട്ടാത്ത ഡെഫിനേഷൻ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ലെ, ആ വ്യക്തിയുടെ പേര് കണ്ടോ? അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെഗ്. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഒരു ഡെഫിനേഷനുമാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ encompasses the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. എന്താണ് പറയുന്നത്? അതായത് ഇപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലില്, അതായത് ഇപ്പൊ നമ്മളുടെ വർക്കില് എംപ്ലോയ്മെന്റില് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരും അല്ലെ. അപ്പൊ ഈ തൊഴിൽ നിയമങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള അതിനുള്ള നിയമങ്ങളും നിർമ്മിക്കുന്നതിനും ആ നിയമങ്ങൾ മാറ്റുന്നതിനും അവയുടെ അത് നമ്മൾ വ്യാഖ്യാനിക്കുക, എംപ്ലോയീസിനോട് ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുവാനും വ്യാഖ്യാനിക്കാനും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഈ നിയമങ്ങളുടെ ഒരു ഭരണ നിർവഹണ കാര്യങ്ങള്, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നാണ് പ്രൊഫസർ ക്ലെഗ് പറയുന്നത്. എന്തൊക്കെയാണ്? അതായത് ഒരു തൊഴില്, ഇപ്പൊ ഒരു തൊഴിൽ എന്താ പറയാ, തൊഴിലിലുള്ള നിയമങ്ങൾ, ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ, ആ നിയമങ്ങൾ നിർമ്മിക്കാനും ദെൻ അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക, ദെൻ അതിന് നമ്മള് ഇന്ററപ്ഷൻസിനെ വ്യാഖ്യാനിക്കുക, തൊഴിലാളികളോട് നിയമങ്ങളൊക്കെ പറയുക, ദെൻ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പ്രൊഫസർ ക്ലെഗ് വിശേഷിപ്പിക്കുന്നത്. കുറച്ച് എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ അല്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നിങ്ങള് ഹാർട്ടൊന്നും പഠിക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക. അതിനൊന്ന് മലയാളത്തിലൊന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത വ്യക്തിയുടെ നോക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ എ റിലേഷൻഷിപ്പ് between management and employees or
among employees and their organization that characterize and grow out of employee. According to Dale order പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു റിലേഷനെയും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസും ആ ഒരു ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു റിലേഷനെയുമാണ്. ദെൻ അത് നമ്മുടെ എംപ്ലോയീസിന്റെ വളർച്ചയെയും ഓർഗനൈസേഷന്റെ സവിശേഷതകൾ അല്ലെ പ്രത്യേകതകളൊക്കെയാണ് ഇവിടെ അദ്ദേഹം ഇൻഡസ്ട്രിയൽ റിലേഷനെ സൂചിപ്പിക്കുന്നത്. എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധത്തെയും എംപ്ലോയിയും ഓർഗനൈസേഷൻ തമ്മിലുള്ള ബന്ധത്തെയും അതുപോലെ ഓർഗനൈസേഷന്റെ വളർച്ചയും ഓർഗനൈസേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നാണ് അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡർ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല, എളുപ്പമല്ലേ പഠിക്കാൻ? ബുദ്ധിമുട്ടുണ്ടോ? അത്യാവശ്യം വായിച്ചെടുക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡറിന്റെ പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ വായിച്ചിട്ട്? എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻ, എംപ്ലോയിയും ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് അക്കോർഡിംഗ് ടു ഡെയിൽ പറയുന്നത്. ഇനി അടുത്ത വ്യക്തി നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലോപ്പ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മേ ബി ഡിഫൈൻഡ് ആസ് the complex of interrelations among workers, managers and government. അതായത് ഇദ്ദേഹം പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സങ്കീർണത, പരസ്പരം സങ്കീർണത. ആരൊക്കെ തമ്മിലുള്ളത്? ഇന്റർ റിലേഷൻസ് എമംഗ് വർക്കേഴ്സ് തമ്മിലുള്ള, അല്ലെങ്കിൽ മാനേജേഴ്സ്, ഗവൺമെന്റ്, ഇവരെല്ലാം തമ്മിലുള്ള ആ ഒരു പരസ്പര സങ്കീർണത, ഒരു കോംപ്ലക്സിനെയാണ് എന്ത് വിളിക്കുക? ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. വളരെ കുഞ്ഞ് ഡെഫിനേഷൻ ആണ് അദ്ദേഹത്തിന്റെ. അപ്പോ 4 പേരുടെ ഡെഫിനേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വ്യക്തി അല്ലാട്ടോ, ILO ആണ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. പിന്നീട് നമ്മൾ പഠിച്ചത് പ്രൊഫസർ ക്ലെറ്റർ, ദെൻ അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡർ, ദെൻ അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലോപ്പ്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങളുടെ ഡെഫിനേഷൻ 4 പേരുടെയും ഒന്ന് വായിക്കുക. ഡെഫിനേഷൻ നിങ്ങൾ വായിക്കുമ്പോ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ 4 ഡെഫിനിഷൻസുകള്? ILO ഇമ്പോർട്ടന്റ് ആണ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഫുൾ ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. കംപ്ലീറ്റ് ചെയ്തോ 4 ഡെഫിനിഷൻസുകള്? പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, then next one, nature of employee relations. അപ്പൊ നമ്മൾ എംപ്ലോയി റിലേഷൻസ് എന്താണെന്നൊക്കെയാണ് പഠിച്ചത്. അപ്പൊ എംപ്ലോയി റിലേഷൻസിന്റെ നേച്ചർ എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്.
കുറച്ച് പോയിന്റ്സുകളാണ് കേട്ടോ. നോക്കാം. The nature of employee relations includes എന്തൊക്കെയാണ് നേച്ചർ? നമുക്ക് ആദ്യം ജസ്റ്റ് ആ പേരുകൾ 4 നേച്ചറുകളാണ്. കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, mixture of cooperation and conflict, interdisciplinary, then multi-dimensional in nature. 4 നേച്ചർ ആണ് എംപ്ലോയി റിലേഷൻസിനുള്ളത്. എളുപ്പമാണ്, നമുക്ക് ഓരോന്നുമായിട്ട് പഠിച്ച് വായിക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ നേച്ചർ ആണ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. അല്ലെ, നമുക്കറിയാം ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ച്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എപ്പോഴും റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരിക്കോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു കമ്പനിയിലാണെങ്കിലും എംപ്ലോയറും എംപ്ലോയിയും തമ്മില് എപ്പോഴും നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിലായിരിക്കോ? ഫുൾ ടൈം അങ്ങനെയായിരിക്കോ? അല്ലെ, എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ കോംപ്ലക്സുകളും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും നല്ലൊരു റിലേഷൻസിൽ തന്നെ കീപ്പ് ചെയ്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പൊ നോക്കാം, കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. The relationship that industrial relations develop between an employee and employer is not a simple and easy one. അല്ലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് എംപ്ലോയീസും, അതായത് ഇപ്പൊ ഒരു കമ്പനിയില് എംപ്ലോയീസും എംപ്ലോയറും തമ്മില് നല്ലൊരു റിലേഷൻ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആൻഡ് ഈസി ടാസ്ക് അല്ലാന്ന് ആണോ? ഇപ്പൊ നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആ ഒരു നമ്മളിപ്പോ ഓണറും ചില കാര്യങ്ങളൊക്കെ ചിലപ്പോ എംപ്ലോയീസിന് ഇതുപോലെ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബെനിഫിറ്റ്സ് പഠിച്ചു അല്ലെ. അപ്പോ ഇപ്പൊ പ്രൈവറ്റ് ഫേംസിലൊക്കെ ആണെങ്കിൽ ചില പ്രൈവറ്റ് ഫേംസിലൊക്കെ അവര് ഈ പറയുന്ന പോലെ എന്താ പറയാ ബെനിഫിറ്റ്സുകളോ ESI PF ഒന്നും നമുക്ക് കൊടുക്കാത്ത കമ്പനികളുണ്ട് അല്ലെ. അപ്പോ അത് എംപ്ലോയീസിനാണെങ്കിലും എന്താ പറയാ നല്ലൊരു റിലേഷൻ ആയിരിക്കും. എംപ്ലോയീസിനോട് ഒരു കരുതൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ. അപ്പോ അതായത് ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മില് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലെ. It is relatively an art of living together to fulfill the common objective of production, productive effectively, individual welfare and industrial growth. എന്താണ് പറയുന്നത്? അല്ലെ, അപ്പൊ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് സിമ്പിൾ ആൻഡ് ഈസി വൺ അല്ലെ, ഒരിക്കലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ആൻ ആർട്ട് ഓഫ് ലിവിങ് ടുഗദർ. എന്താണ് പറയുന്നത്? അതായത് ഇവിടെ പറയുന്നത് ഇപ്പോ പ്രൊഡക്ഷൻ, ഇപ്പോ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റീവ് ഇഫക്റ്റീവ്ലി, ഇൻഡിവിജ്വൽ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെ. പ്രൊഡക്ഷൻ ഉത്പാദനം, അതുപോലെ തന്നെ ഒരു ഉത്പാദനക്ഷമത ഇഫക്റ്റീവ്ലി ആയിട്ട് കൊണ്ടുവരിക. ഇൻഡിവിജ്വൽ വെൽഫെയർ, അതായത് ഇൻഡിവിജ്വലിന്റെ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങള്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഈ എന്നീ പൊതു ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കല തന്നെയാണെന്ന് ആർട്ട് ഓഫ് ലിവിങ്. അതായത് ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം എന്ന്. പ്രൊഡക്ഷൻ ആണെങ്കിലും പ്രൊഡക്റ്റീവ് ഇഫക്റ്റീവ് ആക്കണം, ഇൻഡിവിജ്വലിന്റെ വെൽഫെയർ, ഇൻഡസ്ട്രിയലിന്റെ ഗ്രോത്ത്, ഈ ലക്ഷ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ആ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എംപ്ലോയി റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. ഇതിനെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കൊണ്ടുവരണം. ഗ്രോത്ത് ഉണ്ടാവണം, പ്രൊഡക്ഷൻ ഉണ്ടാവണം, ഇൻഡിവിജ്വൽ വെൽഫെയർ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോ ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കലയാണ് ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതത്ര ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല എന്ന്. ഓക്കെ, it is necessary for the organization to maintain cordial industrial relation in order to build a healthy behaviors, then conductive working environment, easy working procedures, etc. എന്താണ് പറയുന്നത്? അപ്പോ it is necessary for the organization to maintain, അപ്പോ ഇതൊരു ആവശ്യമുള്ള ഒന്നാണെന്ന്. ഒരു കോഡിയൽ ആയിട്ടുള്ള, കോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ല രീതിയിലായിട്ടുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓർഗനൈസേഷന്റെ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കമ്പനിയിൽ ആ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിനോടും എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇൻ ഓർഡർ ടു, എന്തിനെല്ലാം വേണ്ടി? ബിൽഡ് എ ഹെൽത്തി ബിഹേവിയർ, നല്ലൊരു ഹെൽത്തി ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാനും. ദെൻ കണ്ടക്റ്റീവ് വർക്കിംഗ്, കണ്ടക്റ്റീവ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ലഭിക്കാനും. അതുപോലെ തന്നെ ഈസി വർക്കിംഗ് പ്രൊസീജിയർ ഒക്കെ ഈസി ആക്കാനും
ഇങ്ങനെയുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ, ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? നല്ലൊരു എൻവയോൺമെന്റ് വേണം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിലുള്ള റിലേഷൻ വേണം, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയാ, തൊഴിലുടമയായിട്ട് നമ്മൾ വലിയ ടേംസ് ആൻഡ് കണ്ടീഷനിലൊന്നും അല്ല എങ്കിൽ നമ്മൾക്ക് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? നിങ്ങൾക്ക് ഓണറായിട്ട് തെറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ സാധിക്കുമോ? മീൻസ് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ആവശ്യമാണെന്ന് ഒരു കമ്പനിക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത് വായിച്ചു നോക്കി. ഒന്നാമത്തെ നേച്ചർ വായിക്കുക, കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നേച്ചർ ഫസ്റ്റത്തെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? വായിച്ചോ? ഓക്കെ, എന്ത് പറ്റിന്ന്? ടഫ് ആയതുകൊണ്ടാണോ ഒരു റെസ്പോൺസ് ഇല്ല? എന്തോ ക്ലാസ്സില് ഉറങ്ങിയാണോ? ഉറങ്ങുന്നില്ലല്ലോ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ബുദ്ധിമുട്ടായതുകൊണ്ടാണോ റെസ്പോൺസ് ഒന്നും ചെയ്യാത്തത്? ബുദ്ധിമുട്ടുള്ളതായാലും നമ്മൾ പഠിച്ചെടുക്കും, അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്, നമ്മൾ സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്, നമുക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റും പഠിക്കാൻ എന്നുള്ളൊരു ഇത് മതി. ഓക്കെ, ദെൻ രണ്ടാമത്തെ നേച്ചർ നോക്കാം, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്നെങ്കിൽ ഒരു മിക്സ്ചർ ആണെന്ന്. എന്തിന്റെ? സഹകരണം ഉണ്ട് അവിടെ, കോർപ്പറേഷനും ഉണ്ട്, പക്ഷെ അതിന്റെ ഒപ്പം എന്താണ്? കോൺഫ്ലിക്റ്റും ഉണ്ടെന്ന്. എന്താ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ? കോൺഫ്ലിക്റ്റ്, തർക്കങ്ങള്, അല്ലെ? നല്ല റിലേഷൻ ഒക്കെയാണ്, കോർപ്പറേഷനും സഹകരണവും ഒക്കെ ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് എന്താണ്? കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരേപോലെ നല്ല രീതിയിൽ ആ റിലേഷൻ കീപ്പ് ചെയ്ത് നിൽക്കണമെന്നൊന്നും ഇല്ല. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നേക്കാം, അല്ലെ? കോൺഫ്ലിക്ട്സുകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നോക്കാം, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി എ ഫ്യൂഷൻ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അല്ലെ, ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു ഫ്യൂഷൻ ഓഫ് കോർപ്പറേഷനും കോൺഫ്ലിക്റ്റും ഉണ്ടെന്ന്. അത് ഫ്യൂഷൻ ആണെന്ന്, മിക്സഡ് ആണെന്നത്. So the organization's objective is always to gain employees cooperation. ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എംപ്ലോയീസ് എപ്പോഴും ഒന്നിച്ച് കോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. Yet degree of conflict is ever present. The reasons behind this might be. പക്ഷെ എന്നിരുന്നാലും അവിടെ എന്താണ്? കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ടെന്ന്. ഇനി കോൺഫ്ലിക്ട്സുകളുടെ എന്താണ്? കോൺഫ്ലിക്ട്സുകളുടെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കമ്പനിയിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസ് ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷേ ചില ടൈമില് എന്താണ്? ഒന്നിച്ച് പ്രവർത്തിക്കുക മാത്രമല്ല, കോൺഫ്ലിക്റ്റും അവിടെ വരുന്നുണ്ട്. ഇനി അതിന്റെ പിന്നിലെ കാരണങ്ങളാണ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 4 കാരണങ്ങളാണ് ഈ കോൺഫ്ലിക്റ്റിന് വരുന്നതെന്നാണ് പറയുന്നത്. 4 കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ നോക്കാം. Labor and management are 2 groups which are present in every organization. They usually have different perspective and prescriptions of their interest and develop negative thinking about each other. എന്താണ് പറയുന്നത്? അതായത് എല്ലാ ഓർഗനൈസേഷൻസിലും 2 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന്. ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ? ലേബർ ആൻഡ് മാനേജ്മെന്റ്, അല്ലെ? ലേബറും ഉണ്ട്, മാനേജ്മെന്റും ഉണ്ട്. 2 ഗ്രൂപ്പുകളാണുള്ളത്. സോ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ, they have different perspective and prescriptions. അവരുടെ താല്പര്യങ്ങൾ രണ്ടുപേരുടെയും വ്യത്യസ്തമായിരിക്കും, അല്ലെ? ലേബറിന്റെ ആണെങ്കിലും മാനേജ്മെന്റിന്റെ ആണെങ്കിലും
അവരുടെ താല്പര്യങ്ങളൊക്കെ വ്യത്യസ്ത കോണുകളിലായിരിക്കും, ഒരേപോലെ ആയിരിക്കണമെന്നില്ല. സോ വ്യത്യസ്ത കോണുകളിലായിരിക്കും. സോ അതിനാൽ തന്നെ എന്താണ്, ഡെവലപ്പ് നെഗറ്റീവ് തിങ്കിങ് അബൌട്ട് ഈച്ച് അതർ. ഈ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും വന്നേക്കാമെന്ന്. അതായത് ഒരേപോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. ഇപ്പോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട് ചിന്തിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു കമ്പനിയിലും രണ്ട് ഗ്രൂപ്പാണെന്ന്, ലേബർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. സോ ലേബർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ലേബർക്ക് കൂടുതൽ അവരുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെ? പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ പലതായിരിക്കും. സോ ഈ രണ്ട് കൂട്ടർക്കിടയിലും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള്, നെഗറ്റീവ് തിങ്കിങ്സ് വരാനും ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ എന്താണ്, അവര് തമ്മില് കോൺഫ്ലിക്റ്റുകൾ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ മീറ്റിംഗ്സ് ഒക്കെ കൂടൂലേ, അപ്പൊ ഓരോരുത്തരിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും, ചിലപ്പോ തർക്കത്തിലോട്ടൊക്കെ വന്നെത്തും ലാസ്റ്റ് വരെ, അല്ലെ? എന്താറില്ല, നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതുപോലെ ചർച്ചക്കൊക്കെ വിളിച്ചിട്ട് മീറ്റിംഗ്സിലൊക്കെ വിളിച്ചിട്ട് ചിലവര് എന്താ പറയാ, പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെ? അപ്പൊ അംഗീകരിക്കാൻ വരുമ്പോ ചിലപ്പോ തലകുറിച്ച് ആ മീറ്റിംഗിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി പോവുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം, വരാറില്ല, എങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റുകളൊക്കെ വരാം. ഓക്കെ, രണ്ടാമത്തെ റീസൺ ആണ് ഇനി അടുത്തത് പറയുന്നത്. ഒന്നാമത്തെ റീസൺ ആണത്. ഇനി രണ്ടാമത്തെ നോക്കാം. Organization usually do not have proper guideline or rules to set their limits in order to fulfill their goals. എന്താണ് പറയുന്നത്, സാധാരണയായിട്ട് ഇപ്പൊ ഓർഗനൈസേഷൻസുകള് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് ഓരോ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കും, ഒബ്ജക്റ്റീവ്സ് ഒക്കെ തയ്യാറാക്കുമല്ലോ. അപ്പോ ഓരോ ലിമിറ്റ്സുകൾ, പരിധികളൊക്കെ നിശ്ചയിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നിയമങ്ങളോ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒന്നും ഉണ്ടാവില്ല ചില കമ്പനികൾക്ക്. So due to lack of norms, both groups go to any extent and even try to justify their actions. അപ്പോ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും വെക്കാത്തതിനാൽ ഒരു എന്താ പറയാ, അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ആക്ഷൻസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ രണ്ട് ഗ്രൂപ്പുകളും ഏതറ്റം വരെയും അവർ പ്രവർത്തിക്കാവുന്നത്, അതായത് അവിടെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഇല്ലാതെ വരുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. സോ ഈ രണ്ട് ഗ്രൂപ്പുകളും ഏത് മാക്സിമം ഏതറ്റം വരെയും പോകും. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളേക്ക് എന്ത് ചെയ്യും, അവര് തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുമെന്ന്. അതായത് അവിടെ കൺട്രോൾ ചെയ്യാനോ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ മാനേജ്മെന്റ് ആണെങ്കിലും അതുപോലെ എംപ്ലോയീസ് ആണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങും. സോ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവരവരെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കും, ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാവില്ല. അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റിലോട്ട് വന്ന് എത്തിച്ചേരുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺഫ്ലിക്റ്റിനുള്ള റീസൺസ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാരണം നോക്കാം. When the groups come together for negotiation, some past bitterness crops up apart from the present discord and hinders and the negotiation process, so they do not reach a joint decision. അതായത് ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ മീറ്റിംഗ്സ് ഒക്കെ വിളിച്ചു കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, when group come together ചർച്ചയ്ക്ക് വിളിച്ചു കൂട്ടുന്നു. നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ചർച്ച, അല്ലെ? അപ്പോ ഈ രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ ചർച്ചയ്ക്കായിട്ട് ഒത്തുചേരുമ്പോൾ അവര് ചിലപ്പോ some past bitterness crops apart from the present distress. അതായത് അവരെന്ത് ചെയ്യും, ഇപ്പൊ പ്രസന്റില് നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അതിന് പകരം അവര് പഴയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റിലെ ചിലപ്പോ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, ഇപ്പൊ വൈരാഗ്യങ്ങളൊക്കെ എന്തെങ്കിലും തീർക്കാന്നൊക്കെ പറയും, അല്ലെ? അപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചർച്ചയെ തടസ്സപ്പെടുത്തും. കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു. ഇപ്പൊ പ്രസന്റിലെ കാര്യം പറയാതെ ഈ ചർച്ച ചെയ്യുമ്പോൾ എന്ത് പറയും, അവര് പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. സോ അവിടെ ചർച്ചയും ഉണ്ടാവില്ല, അവിടെ ഒരു തീരുമാനത്തിൽ അത് പൂർണ്ണമായിട്ടും ചർച്ച അവസാനിക്കാനും പറ്റില്ല. നമുക്ക് ആ ഒരു എന്താ പറയാ, ലക്ഷ്യങ്ങൾ എടുക്കാനോ ആ ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. ചർച്ച ഇങ്ങനെ നീണ്ടു പോകും. പ്രസന്റില് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും പറയാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അതൊരു തർക്കത്തിലോട്ട് എത്തിക്കുന്നു. സോ അവിടെ തീരുമാനങ്ങൾ, പുതിയതായിട്ടൊരു തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കില്ല. ഓക്കെ, അത് ഒരു കോൺഫ്ലിക്റ്റിലോട്ട് എത്തിക്കുന്ന ഒരു കാരണമാണ്. ഇനി നാലാമത്തെ കാരണം നോക്കാം. Industrial relations are concerned with the formation and observance of multifaceted association between the labor and union in an organization.
these relations can either be in organized or unorganized form. അതായത് ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ കൺസേൺ വിത്ത് ഫോർമേഷൻ ആൻഡ് ഒബ്സർവൻസ് ഓഫ് മൾട്ടി ഫെസിറ്റഡ് അസോസിയേഷൻ. എന്താണ് പറയുന്നത്? അതായത് ഒരു ഓർഗനൈസേഷൻസിലെ തൊഴിലാളികള്, എംപ്ലോയീസും അതുപോലെ തന്നെ ലേബറും യൂണിയനും, തൊഴിലാളികളും യൂണിയനും തമ്മിലുള്ള ഒരു രൂപീകരണവും മറ്റതിന്റെ നിരീക്ഷണങ്ങളൊക്കെ വരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷന് കൈകാര്യം ചെയ്യുന്നു. ഇനി ഈ ബന്ധങ്ങള് എന്താണ്? യൂണിയനും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം അത് ചിലപ്പോ എന്താണ് സംഘടിതമായിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിരിക്കാം. സോ ഈ യൂണിയനും ലേബറും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നേക്കാമെന്ന്, അതും ഇങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റിന് കാരണമായേക്കാം. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ നേച്ചർ മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എംപ്ലോയീസിന്റെ കോർപ്പറേഷൻ ആണ്. ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെ ഒന്നിച്ചു കൂട്ടുക, അവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ ലക്ഷ്യം. പക്ഷേ ചില സമയത്ത് ഇത് കോൺഫ്ലിക്റ്റിലോട്ടും വന്നേക്കാം. അപ്പൊ ആ കോൺഫ്ലിക്റ്റിലോട്ട് എത്തിക്കുന്ന 3-4 റീസൺസുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. രണ്ടാമത്തെ നേച്ചർ ഒന്ന് വായിക്കാം, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. കംപ്ലീറ്റ് ചെയ്തോ? രണ്ടാമത്തെ നേച്ചർ, നല്ല റീസൺസ് കേട്ടോ, 4 റീസൺസ് കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള 4 റീസൺസുകൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ നേച്ചർ നോക്കാം, ഇന്റർ ഡിസിപ്ലിനറി. ഇന്റർ ഡിസിപ്ലിനറി നോക്കാം. ഇന്റർ ഡിസിപ്ലിനറി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഒരു ടേം എന്താണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ആസ് എ ഇന്റർ ഡിസിപ്ലിനറി എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണെന്ന് പറയും. എന്തുകൊണ്ടാണ്? കേട്ടിട്ടുണ്ടോ? പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ. ഇഷ്ടമായിരുന്നോ സോഷ്യൽ സ്റ്റഡീസ്? ഇഷ്ടമായിരുന്നോ? ഭൂരിഭാഗം യെസ്, എനിക്കറിയാം, ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ്? ഉറക്കം വരും, കുറെ യുദ്ധങ്ങളാണ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെയാണ്. ജോഗ്രഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും വെരി വെരി ബോറാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പൊ എക്സാമ്പിൾ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണെന്ന്. അതായത് സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മറ്റ് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്?
സോഷ്യൽ സയൻസിന്റെ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ബ്രാഞ്ചസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഹിസ്റ്ററി പറയാം, ജോഗ്രഫി, സോഷ്യോളജി, അല്ലെ, പൊളിറ്റിക്കൽ സയൻസ് ആണോ? എന്തൊക്കെയാണ് ആന്ത്രോപോളജി, അല്ലെ, എന്നിങ്ങനെയുള്ള അതുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണെന്ന്. ഒന്നിലധികം ബ്രാഞ്ചസുകൾ വരുന്നുണ്ടെന്ന് അതില്. അതാണ് ഈ ഇന്റർ ഡിസിപ്ലിനറി ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിലധികം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണെന്ന്, ഒന്നിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ക്യാൻ ബി കോൾഡ് ആൻ ഇന്റർ ഡിസിപ്ലിനറി. ഈ സോഷ്യൽ സയൻസിനെ കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, ബ്രാഞ്ചസ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ നമുക്കൊരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ആയിട്ട് എടുക്കാമെന്ന്. കുറെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ നമുക്ക് പറയാമെന്ന് നോക്കാം. ദിസ് ഈസ് ബിക്കോസ് it is not a fusion of multiple disciplines, rather it draws its components from various fields. കണ്ടോ, ഇതിന്റെ വേരിയസ് ഫീൽഡ് ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ഇൻഡസ്ട്രിയൽ റിലേഷൻ. എന്തൊക്കെയാണ്? സോഷ്യോളജി, ലോ, ഇക്കണോമിക്സ്, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ് എക്സെട്ര. ഇതുമായിട്ടെല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷനെ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് എന്ന് വിളിക്കുന്നത്. Then hence, in a wider perspective, industrial relation is the interdisciplinary area that includes study of various characteristics of individual at the workplace. ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇന്റർഡിസിപ്ലിനറി ഏരിയ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇൻഡിവിജ്വൽസ് അറ്റ് ദ വർക്ക് പ്ലേസ്, വർക്ക് പ്ലേസിലുള്ള ഇൻഡിവിജ്വൽസിന്റെ സ്വഭാവങ്ങളെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. This comprises of the study of individuals. Individuals ne kurichu padikkunnu. Groups of workers who may or may not form a union or association. Group of workers, called a union, association. Then attitudes of the union attitudes, organization and employer. Then public policy, legal framework, ruling terms of employment, the economic of employment issues, and even comparative analysis of industrial relation system in various countries over various time zones. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, അതായത് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, യൂണിയൻ, അസോസിയേഷൻ, ദെൻ യൂണിയനോടുള്ള ആറ്റിറ്റ്യൂഡ്സുകള്, എംപ്ലോയീസിന്റെ എക്കണോമിക് ഇഷ്യൂസുകള്, ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി എന്ന ഇൻഡസ്ട്രിയൽ റിലേഷനെ വിശേഷിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് an integrated interdisciplinary approach helps one to know industrial relation as an area that consists of different subjects as the grievance redressal, പരാതികൾക്കുള്ള പരിഹാരമായിരിക്കും, the collective bargaining, pay fixation, employee benefits, quality of work life, state labor policy, industrial conflict, etc. അല്ലേ? അപ്പൊ ഇതിന് എല്ലാം ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നിൽ മാത്രമുള്ള കണക്ഷൻ ഉള്ളത്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷനെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഗ്രീവൻസ് റിഡ്രസൽ, അല്ലെ, പരിഹാരങ്ങളും, കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് ഇതുപോലെ ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗെയിനിങ്, പിന്നെ പേ ഫിക്സേഷൻ, സാലറി കാര്യങ്ങള്, എംപ്ലോയി ബെനിഫിറ്റ്സുകളെ കുറിച്ച് പറയുന്നു. പിന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ലേബറിന്റെ പോളിസികള്, ഇതിനെയെല്ലാം, അതുപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകള്, ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടാണ് നമ്മള് ഇന്റർഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഒന്നിലധികം ഇതായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ, സോഷ്യൽ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് ഒരുപാട് കാര്യങ്ങൾ കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞത് ഒന്നിലധികം ശാഖകളായിട്ട് കണക്ഷൻ ഉണ്ട്. ക്ലിയർ ആണോ? വായിച്ചു നോക്കിക്കോളൂ. ഇന്റർ ഡിസിപ്ലിനറി വായിക്കുക കേട്ടോ.
അയച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? Okay, then last nature are multi-dimensional in nature. Industrial relations do not operate purposelessly. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒരിക്കലും ഒരു ലക്ഷ്യമില്ലാതെ പർപ്പസ്ലെസ്ലി ഒരു ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നില്ല. റാദർ ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ ഇൻ നേച്ചർ. പക്ഷെ അത് മൾട്ടി ഡയമെൻഷണൽ ആണ് അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ആൻഡ് അഫക്റ്റഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സുകളെ അത് സ്വാധീനിക്കുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്തിനൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഈ സാമ്പത്തികവും ടെക്നോളജിക്കൽ ആയിട്ടുള്ളതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും അത് ഈ ഘടകങ്ങളാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഇക്കണോമിക്, ടെക്നോളജിക്കൽ ഈ ഘടകങ്ങളാൽ എല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ നേച്ചർ ഒന്ന് വായിക്കാം. അയച്ചോ? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസിന്റെ നേച്ചർ ആണ്. പ്രധാനമായിട്ടും 4 നേച്ചർ ആണ് ഉള്ളത്. ആ 4 പേരുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി അത് ബുദ്ധിമുട്ടാണെന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. നേച്ചർ ഡാർക്കൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ദെൻ അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാം. എക്സാമിന് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. അത്യാവശ്യം ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അതൊരു 5 പ്രാവശ്യം വായിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യേണ്ട, മറിച്ച് ഒരു 5 പ്രാവശ്യം നിങ്ങൾ വായിച്ചു വെച്ചേക്കൂ. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ 4 പോയിന്റ്സുകൾ പ്രത്യേകം പഠിക്കുക. കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ദെൻ ഇന്റർ ഡിസിപ്ലിനറി, ദെൻ മൾട്ടി ഡയമെൻഷണൽ ഇൻ നേച്ചർ. ഓക്കെ, 4 നേച്ചറുകളാണ്. ഇനി അടുത്ത ഭാഗം വരുന്നത് എംപ്ലോയി റിലേഷൻസിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ലാതെ കുറച്ച് സെക്ഷൻ ഉണ്ട്. ഇപ്പൊ നേച്ചർ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് വരുന്നത് സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻ ആണ്. സ്കോപ്പിലും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ ഓരോ പോയിന്റ്സിനെ കുറിച്ചുള്ള വിശദീകരണവും ഉണ്ട്. കണ്ടോ, മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു 7 സ്കോപ്പുകളാണുള്ളത്. ആ ഓരോ സ്കോപ്പുകളുടെ കുറച്ചും കൂടി വൈഡ് ആയിട്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ. ഇന്നത്തെ കുറച്ചെടുത്തിട്ടുള്ളെങ്കിലും അത്യാവശ്യം കുറച്ച് ഇത്തിരി കട്ടിയായിട്ടുള്ള ഭാഗം തന്നെയായിരുന്നു. ആണോ? അതുകൊണ്ടാണോ ഇന്ന് നിങ്ങൾ എനിക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല? എനിക്ക് മനസ്സിലായി. എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ഇത് എനിക്ക് അറിയാൻ പറ്റും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അല്ലേ, എനിക്കറിയാം. കാരണം ചില സെക്ഷൻ ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ്, പല രീതിയിലുണ്ട് അല്ലെ. അതായത് ചിലപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. ചില കാര്യങ്ങൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ വായിച്ച് എഫേർട്ട് എടുത്ത് തന്നെ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. ചിലപ്പോൾ അതിലൊരു എക്സാമ്പിൾ വെക്കാനൊന്നും പറ്റില്ല. എക്സാക്ട് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. എഫേർട്ട് എടുക്കണം നമ്മള് അല്ലെ. എഫേർട്ട് എടുക്കണ്ടേ? നിങ്ങൾ എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ചില ആളുകൾ ഇതുപോലെ ടഫ് ആണല്ലോ, നമുക്കൊരു മടുപ്പ് വരും. ഒരിക്കലും നമുക്ക് അങ്ങനെ മടുപ്പ് വരാൻ പാടില്ല. ഓക്കെ, ഇനി മേ ബി എന്തെങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തപ്പോ ഇല്ലേ, സത്യസന്ധമായിട്ട് പറഞ്ഞേ, നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും ഇങ്ങനെയാണോ നിങ്ങൾ ഇതില്, അപ്പൊ ഇനി നെക്സ്റ്റ് പറഞ്ഞത് ഇതിന് ടഫ് ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകും. ഒരിക്കലും അങ്ങനത്തെ ചിന്ത വേണ്ട. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. ഞാനൊരു കോഴ്സ് ചെയ്തു അല്ലെ, അപ്പൊ എനിക്കത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ ഒരു ജോബ് വേണം എന്നുള്ളൊരു ലക്ഷ്യം എന്നും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അങ്ങോട്ട് മാറി കിട്ടും. ചില ആളുകളുണ്ട് ടഫ് ആവുമ്പോൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അതങ്ങോട്ട് വിട്ടേക്കാം, അടുത്ത സെക്ഷൻ പഠിക്കാം, വലിയ കുഴപ്പമില്ല ഇല്ലേ.
നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഞാനും നിങ്ങളും അടക്കം നമ്മൾ പഠിക്കാൻ പഠിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതും. കാരണം 5 പ്രാവശ്യം നിങ്ങൾ വായിച്ചേക്കും. സ്കിപ്പ് ചെയ്യണ്ട, വായിക്കുക. വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എടുത്തത്രയും നന്നായിട്ട് വായിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയ ആളുകളൊക്കെ എണീറ്റോളൂ. ഉറങ്ങിയിട്ടുണ്ടോ? കുറച്ചുപേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടെന്ന് അല്ലേ? ഉറങ്ങിയിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ക്ലാസ്സില്? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമോ? ഞാൻ മ്യൂട്ടൊക്കെ എന്താ 5 minutes എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണ്. നമ്മൾ മാക്സിമം ഞാൻ ടൈം അങ്ങനെ ഒരുപാട് കളയാതെ ക്ലാസ് എടുക്കുകയും ചെയ്യാറ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ? ഓക്കെയാണോ എല്ലാവരും? ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് എടുക്കാം കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. മാക്സിമം ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ തനിയെ ഒന്ന് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.